നേരെ 5 മണിയാവാറായിക്കണ എന്താ കാര്യം? വെയിലിനൊരു കുറവില്ല. നാളെ തൊട്ട് കൊടെടുത്ത് പോണ്ടി വരും. എന്താ വാതിലൊക്കെ തുറന്നിട്ടിക്കണേ? ആ ടാബൂട്ട് ഇവിടെ കിടക്കണ്ടാ? ടാബൂട്ടന്റെ അമ്മായി. ആ അത്രക്കായോ? അങ്ങനൊക്കെ ടാബ് കണ്ടട്ടാ. പോയി പണി വെക്കയോ? എനിക്ക് 24 മണിക്കൂർ തന്നെ പണി. പോയി പഠിച്ചിട്ടാ. നിക്കൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടാ ടാബും ഫോണൊക്കെ കണ്ടെക്കണത്. അതിനൊന്നുമില്ല. നീ ഇത് കാണണ്ട അതന്നെ. ആ തുടങ്ങിയ രണ്ടും കൂടി. എന്റെ പൊന്നാര റിയജ് എന്തിനാണ് ഈ കോളേജ് കഴിഞ്ഞ് വന്നപ്പാടാ ചെക്കന്റെ മക്കത്തേക്ക് കയറുന്നത്? ഓൻ അടുത്ത വർഷം 10ാം ക്ലാസ് അല്ലമ്മ. എന്നിട്ട് നോക്കി എപ്പോ നോക്കിയാലും എനിക്ക് ടാബ് നല്ല പണി. ആ ദിവസമാണെങ്കിലും വർഷമാണെങ്കിലും ഇത് കാണണ്ട. അനക്ക് ഇനി ഒരു ബഹുമാനം ഇല്ല. അതിന്റെ ആവശ്യമില്ല. വാണ്ട റിയ, എന്താണ് ഇത് രണ്ടും കൂടി എപ്പോ നോക്കിയാലും കീരും പാമ്പും പോലെ? ഓനോടെ മര്യാദക്കിന്നെ ദീദിയെ വിളിക്കാൻ പറയും. ഇന്നത് കൊടുക്കാം, അല്ലാതെ ഞാൻ കൊടുക്കൂല. അയ്യേ ഇജ് എന്ത് പെണ്ണാടി റിയ? ഒന്നുമില്ലാതെ നിങ്ങൾക്ക് 10-20 വയസ്സായില്ലേ? ചെറിയ മക്കളെ പോലെ അതിനെ കൊഞ്ഞലം കുത്തി കാണിക്കണോക്കോള്. അതെന്താ 10-20 വയസ്സായ കൊഞ്ഞനം കുത്താൻ പാടില്ലേ? എനിക്ക് വിഷമിട്ട് നിക്കാൻ വയ്യ. കഴിക്കാൻ എന്തെങ്കിലും കാണിച്ചോണേ. മേലേക്ക് വന്നോട്. അല്ലടി, ഇന്ന് കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ആ പയ്യന്മാര് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ല? സത്യം പറഞ്ഞ കോളേജിലേക്ക് പോകുമ്പോഴേ ഇന്റെ ഉള്ളിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് കോളേജിലേക്ക് ബസ് കാത്തു നിൽക്കുമ്പോഴാ അമ്മയും അജിക്കും കൂടി ഇന്നെ കണ്ടിട്ട് കാറ് നിർത്തിയത്. പിന്നെ കോളേജിലേക്ക് അവരെ കൂടെ പോയത്. അവരെ കൂടെ ചെന്നിറങ്ങണത് കണ്ടിട്ടായിരിക്കും. അവറ്റങ്ങൾ കണ്ടിട്ടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അനക്കൊക്കെ നിസാരാണ്. അല്ലെങ്കിലോ ഇപ്പൊ TV ന്യൂസൊക്കെ കാണുമ്പോ തന്നെ പേടിയാണ്. ഓരോരോ കോളേജില് ഈ റാഗിങ്ങിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒരു കാര്യങ്ങളാ നടക്കുന്നത്. ഒക്കത്തിന് നന്ദി പറയേണ്ടതേ ആ കുട്ടിനോടാണ്. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഉമ്മാടെ കുട്ടിയെ ചെറിയൊക്കെ പണ്ട് മാറിയിട്ടുണ്ടാവും. ആ അത് പറഞ്ഞപ്പോഴാണ് അന്നത്തെ കാര്യത്തിന് ശേഷേ ഞാൻ അജുക്കാനെ കണ്ടിട്ട് ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ലമ്മ. ഇന്ന് പറയാറുന്നില്ലേ? ഇതാണ് മോളെ സ്വഭാവം. ആ ചെക്കന്മാരിന്ന് 2 കിട്ടണ്ടേ, എന്നാലേ ഓള് നന്നാവുള്ളൂ. ഇജ് പോടാ. ഒരു താങ്ക്സ് എങ്കിലും പറയാറുന്നില്ലമ്മ. മോശായ? പിന്നെ മോശാവാണ്ട് ഒരാളൊരു സഹായം ചെയ്തു തരുമ്പോ അതിനൊരു താങ്ക്സ് എങ്കിലും പറയേണ്ട പൊട്ടത്തിയെ. പോരാത്തതിന് ഇന്ന് പൊറ്റങ്ങളെ കാറില്ലേനെ പോവും ചെയ്തിക്കണത്. ആടോ, എന്നാലും എനിക്കെന്തൊരു താങ്ക്സ് പോലും പറയാൻ തോന്നാഞ്ഞേ. എന്നെ കുറിച്ച് അവരെന്താ വിചാരിച്ചിട്ടുണ്ടാവുകയാണവല്ലേ? ആ അമ്മയാണെങ്കിൽ ഓർമ്മയാക്കി തരുക പോലും ചെയ്തില്ല. ഇങ്ങനൊരു സാധനം കാര്യം കഴിഞ്ഞ ദിവസങ്ങളായി. എന്നിട്ട് ഇപ്പഴാ ഓളൊരു താങ്ക്സ് പറഞ്ഞ കാര്യം ആലോചിക്കണത് തന്നെ. ഇച്ചൊരു പൊട്ടത്തിനെ ശരിക്ക് വെറുതെ 2 ചെക്കന്മാരെന്നെ പൊട്ടത്തിയെന്ന് വിളിച്ചപ്പോഴും കളിയാക്കണത്. ഇപ്പോഴാണ് ഉമ്മാക്ക് അന്നം വെച്ചത്. ഋഷിക്കും വിളിക്കുമ്പോ പറയണട്ടാ ഇവളെ പൊട്ടത്തരത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ. ഈ ചെക്കനോട് മുണ്ടാതിരിക്കാൻ പറഞ്ഞോളിട്ടമ്മ, അല്ലെങ്കിൽ എന്റെ ടാബ് ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. ആ പിന്നെയും തുടങ്ങി രണ്ടും കൂടി. മതിഞ്ഞ് തല്ലുണ്ടാക്കിയത്. ഇജ്ജ് പോയി കുളിച്ചു വന്നാ ചായ എടുത്തേക്കാം. അല്ലമ്മ, ഇങ്ങളൊന്ന് ഷോപ്പിൽ പോയിട്ടില്ലേ? ഇല്ലടി, വല്യമ്മാക്കിന്ന് രാവിലെ തൊട്ടേ ചെറിയൊരു സുഖല്യായി. അത് കാരണം ഞാൻ ഒന്ന് പോയിട്ടില്ല. ഇന്ന് ഇപ്പഴാരാ പോയത്. അല്ല എന്തേ പറ്റി? ഞാൻ പോകുമ്പോ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ. വിളിക്കണ്ടിട്ടറിയ, മരുന്നൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഒന്ന് കിടന്നിട്ടുള്ളൂ. നല്ല ഉറക്കാണ്. എന്ത് പറ്റിമ്മ? ഞാൻ കോളേജിൽ പോകുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. രാവിലെ തൊട്ടിട്ട് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ശ്വാസം മുട്ടലും തുടങ്ങി. ഉച്ചയായപ്പോത്തിന് ശ്വാസം മുട്ടൽ നല്ല കൂടി. പിന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഇപ്പൊ നേരം വന്നിട്ടുള്ളൂ. നല്ല ക്ഷീണുണ്ട് തോന്നണല്ലമ്മ. മറ്റേതിന്റെ ശബ്ദം കേട്ടാ എന്തെങ്കിലുമൊക്കെ പറയണതാണ്. അല്ല ഡോക്ടർ എന്താ പറഞ്ഞേ? പേടിക്കാനുള്ളതൊന്നും ഇല്ലാന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേങ്കിൽ ശ്വാസം മുട്ടൽ കൂടുകയാണെച്ചാല് അഡ്മിറ്റ് ആക്കേണ്ടി വരും എന്ന് അറിഞ്ഞ്. തൽക്കാലം ഇപ്പൊ 2 ദിവസം മരുന്നുമ്പോ നോക്കട്ടെ എന്നും പറഞ്ഞാണ്ട് പറഞ്ഞയച്ചതാണ്. ഈ ശ്വാസം മുട്ടല് കുറെ ആയിട്ട് ഇപ്പൊ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്തപ്പോ വീണ്ടും വന്ന്? പ്രായമായതല്ലേ റിയമോളെ. ഇനിയിപ്പോ അങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നിട്ടും പോയിട്ടും ഒക്കെ ഇരിക്കും. പിന്നെ വല്യപ്പാന്റെ മരണശേഷം വല്യമ്മക്ക് എപ്പോഴും ഇതേപോലെ ഓരോ ആലോചനയും ടെൻഷനും ഒക്കെ തന്നെയല്ലേ.
പാവല്ലമ്മ, എപ്പോഴും എന്തെങ്കിലും വർത്താനം പറഞ്ഞ വല്യമ്മേ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നത് കാണുമ്പോ സങ്കടാവണ്. ഉറങ്ങണേന്റെ കുറച്ചു നേരം മുന്നും കൂടി ഇജ് എപ്പോഴാ വരികയെന്ന് ചോദിച്ചിട്ടുള്ളൂ. കോളേജിലേക്ക് ഇജ് പോയി കഴിഞ്ഞാ പിന്നെ ഇടക്കിടക്ക് ചോദിക്കും അനക്ക് അവിടെ പിന്നെ പ്രശ്നമൊന്നും പറഞ്ഞില്ലല്ലോന്ന്. പാവം. അല്ലെങ്കിലും വല്യമ്മക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹാണ് അല്ലമ്മ? വല്യമ്മക്ക് എല്ലാരോടും നല്ല സ്നേഹം തന്നെയാണ്. പിന്നെ ഇജ്ജി തറവാട്ടിലെ ആകെയുള്ളൊരു പെൺതരിയല്ലേ, മൂത്ത പെൺതരി. അതുകൊണ്ട് അന്നോടൊരു ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടെന്ന് മാത്രം. ഓള് മാത്രം പെണ്ണാണത്, ദുവമോളും ഇല്ലേ? ദുവമോളും വല്യമാന്റെ പേരക്കുട്ടി തന്നെയാണ്. പക്ഷെ ഓള് ഈ തറവാട്ടിലെ പേരക്കുട്ടിയല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഓള് ആരിസ്മാമന്റെ തറവാട്ടിലത്തെ കുട്ടിയല്ലേ. അത് മാത്രല്ലമ്മ, അല്ലെങ്കിലും വല്യമ്മക്ക് ഇന്നോടന്നെ സ്നേഹം കൂടുതല്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും. തൽക്കാലം ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിച്ചോ, കെട്ടിച്ചു വിടണ വരെയല്ലേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഞാൻ അടുത്ത കാലത്തൊന്നും പോകൂല മനെ, ആ പൂതിയുടെ മനസ്സിൽ വെച്ചാ മതി. അല്ലമ്മ, ഈ ആൺകുട്ടികളെ മാത്രം എങ്ങനെ തറവാട്ടിലെ മക്കളാവണത്? അപ്പൊ ഈ പെൺകുട്ടികള് തറവാട്ടിലെ മക്കളല്ല? അങ്ങനല്ല പോത്തെ. ഒരു തറവാട്ടിലെ ആൺകുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴല്ലേ ആ അഡ്രസ്സിലുള്ള കുട്ടികളുടെ എണ്ണം കൂടി കൂടി പോണത്. അങ്ങനല്ലേ ഒരു തറവാടിന്റെ പാരമ്പര്യം കുറേയായി മാറുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങള് മൂന്നാളും ഉപ്പാന്റെ അഡ്രസ്സിലല്ലേ, ഇന്റെ അഡ്രസ്സിലല്ലല്ലോ. അങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ചേർന്നയച്ചു കഴിഞ്ഞാല് ഓൽക്കുണ്ടാവണ കുട്ടികള് ഓല ഭർത്താക്കന്മാരുടെ അഡ്രസ്സിലാവൂല ഉണ്ടാവുക. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇപ്പാടെ അഡ്രസ്സില്, ദുവമോള് ആരിസമാമന്റെ അഡ്രസ്സില്. അതുപോലെ ഇനിയിപ്പോ നാളെ മറ്റന്നാ അനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതെന്റെ പുതിയാപ്പിള അഡ്രസ്സിലാവും. ഇതൊന്നും ഇപ്പൊ അത്ര ശരിയല്ല. അല്ലെ നിങ്ങൾ നോക്കി, എവിടെ അഡ്രസ് എഴുതാണെങ്കിലും സൺ ഓഫ് ഡോട്ടർ ഓഫ് എന്ന് പറയുമ്പോ അവിടെ പപ്പാരെ പേരായിരിക്കും. ഇതിപ്പോ പെണ്ണുങ്ങൾക്ക് സ്വന്തം അഡ്രസ്സിൽ മക്കളെ വളർത്താൻ പറ്റൂല എന്ന് പറഞ്ഞാ അന്നോട് വർത്താനം പറഞ്ഞാലേ ഇക്ക് ഭ്രാന്താവും. ഇജ്ജ് കുളിച്ചിട്ട് വേണമെങ്കിൽ വന്നിട്ട് വല്ലതും തിന്നാ. വെള്ളിയും എന്തെങ്കിലും തിന്നിക്കണമ്മ? ഇന്ന് കാര്യമായിട്ട് ഒന്നും തിന്നിട്ടില്ല. കുറച്ച് കഞ്ഞി വെച്ച് കൊടുത്തപ്പോ അതൊന്ന് കുടിച്ചീന്ന് വരുത്തിയെന്നേ ഉള്ളൂ. ഈ ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. എന്തായാലും വന്നത് പെട്ടെന്ന് അങ്ങോട്ട് മാറി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലും ഞാനെന്തേ ഒരു താങ്ക്സ് പോലും പറയാൻ വിട്ടുപോയത്? മോശമായി പോയി. അമ്നാക്ക് വിളിച്ചിട്ട് പറഞ്ഞാലോ? പറയാം. അല്ലച്ച പിന്നെ എന്തെങ്കിലും ഒരു സമയത്ത് ഇങ്ങോട്ട് പറയാനൊരു അവസരം കൊടുക്കണ്ടല്ലോ. മോശമായി പോയി എന്തായാലും. ഈ കുരിപ്പ് എവിടെ? ഹലോ ഹലോ റിയ, എന്താണ് പതിവില്ലാത്തൊരു വിളി? അതൊക്കെ പറയാ. ഈ ബിസിയാണാ? ഏയ് എന്ത് ബിസി, ചുമ്മാ ബുക്കിന്റെ പേജ് എണ്ണിക്കെടുക്കുക. ബെസ്റ്റ്. ഞാനിപ്പതാ ഒരു നോട്ട് കംപ്ലീറ്റ് പേജ് എണ്ണി തീർത്തേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമ്മ വൈകിട്ട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. അന്റെ ഉമ്മാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾക്ക് നല്ല നാടനിറച്ചിയും ബീഫ് അച്ചാറൊക്കെ സെയിൽ ചെയ്യലാണല്ലേ പണി? ആടാ, എന്റെ സൽമോന്റെ റെസിപ്പീസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അല്ലെങ്കിലും എന്റെ അമ്മല്ലേ, എന്റെ കൈപുണ്യം കിട്ടാണ്ടിരിക്കൂലല്ലോ. എന്ത്? എങ്ങനെ? മോള് ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, ഇമ്മാന്റെ റെസിപ്പീസ് ഒക്കെ ഒന്ന് നോക്കിയും കണ്ടും പഠിക്കണം എന്ന് പറയായിരുന്നു. സമ്മതിക്കത്തിട്ടാ. മോളെ വല്ലാതെ അങ്ങണ്ടേ ചളി അറിയണ്ട കേട്ടോ. അല്ല, എന്ത് പതിവില്ലാത്തൊരു വിളി? ഞാനേ അർജന്റ് ആയിട്ടൊരു സോറിയും ഒരു താങ്ക്സും പറയാൻ വിളിച്ചതാ. ആരോട്? ഇന്നോടോ? അതെന്തിന്? എന്നോട് എന്റെ പട്ടി പറയും. ഞാൻ അജുക്കാനോട് പറയണ കാര്യം പറഞ്ഞത്. അതെന്തിനാ അജുക്കാക്ക് ഒരു സോറി താങ്ക്സും? ഡി കുരിപ്പേ, അന്ന് റാഗിങ്ങിന്റെ സമയത്ത് അജുക്കല്ലേ എന്നെ വന്ന് രക്ഷിച്ചത്.
അതിനാണ് താങ്ക്സ്. അത് കൊള്ളാലോ. കാര്യം കഴിഞ്ഞിട്ടേ ദിവസങ്ങൾ ഒരുപാടായി, എന്നിട്ട് ഇപ്പോഴാണോ എന്റെ അജുക്കാനോടെ മോൾക്ക് താങ്ക്സ് പറയാൻ തോന്നിയത്? അതിനല്ലേ ഞാൻ സോറിയും കൂടി പറയണത്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ സോറിയുടെ ആവശ്യം? ഓ, അതിനാണോ സോറി? ഇത് ആള് കൊള്ളാലോ, നല്ല ബുദ്ധിയാണല്ല. ഡി 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 വല്ലാണ്ട് കിടന്ന് ഓവറാവല്ലേ. ഇത് ഞാൻ പറഞ്ഞ പോലെ അജുക്കാനോട് ഈ കാര്യം പറഞ്ഞാ മതി, കേട്ടല്ല? പിന്നെ നിക്കിപ്പോ അതല്ലേ പണി. ഇന്റെ അജുക്കെ അനക്ക് ചെയ്തത് അത്ര ചെറിയ കാര്യമൊന്നല്ല. അതുകൊണ്ട് ഈ സോറിയും താങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ പോസ്റ്റ് വഴി അയച്ചിട്ട് അതിന്റെ വാല്യൂ കളയാതെ മോളെ അജുക്കാക്കാക്ക് നേരിട്ടാണ്ട് വിളിച്ചു പറഞ്ഞാളാ. അല്ല ഞാനോ? പിന്നെ അന്നെ രക്ഷിച്ചേ ഇന്റെ ഇക്കാനോട് ഞാനാണോ നന്ദി പറയേണ്ടത്? എന്നാലും ഇത്രയും ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് ഇജ് പറയണതല്ലേ അതിന്റെ ഒരു ഇത്. കാര്യം എന്റെ പുന്നാര കാക്കൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള ഇടപെടലുകൾ കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്റെ തടി പഞ്ചാരാവും. പഞ്ചാറല്ലടി കുരിപ്പേ, പഞ്ചറ്. ഈ അതൊക്കെ അവിടെ നിക്കട്ടത് ഒന്ന് പറയടി പ്ലീസ്. മോൾക്ക് ഞാനേ അജുക്കാട് നമ്പർ തരാം, വേണമെങ്കില് വിളിച്ചിട്ട് താങ്ക്സോ സോറിയോ എന്താ പറഞ്ഞോ. ആ നമ്പർ വേണ്ട, ഈ പറഞ്ഞാ മതി പ്ലീസ് എടി. സത്യം പറഞ്ഞാലേ ഞാൻ ഈ താങ്ക്സ് പറയണ കാര്യം പറ്റു വിട്ടുപോയടി. ഇമ്മെന്ന് പറഞ്ഞപ്പോഴാ എനിക്കെന്താ അങ്ങനെ തോന്നാഞ്ഞു തന്നെ തോന്നിപ്പോയത്. ഈ ഒരു കാര്യം ചെയ്യ്, അന്നോട് ഞാന് അന്ന് തന്നെ താങ്ക്സ് പറയാൻ പറഞ്ഞിരിക്കണെന്നിട്ട് പറഞ്ഞാളെ എങ്ങനെയുണ്ട്? മോളിപ്പോ വെച്ച് പോയ ഞാനേ വാട്സാപ്പിലെ നമ്പർ അയക്കാം. അജുക്കപ്പേ റൂമിലുണ്ട്. അതല്ലടി, ഞാൻ അജുക്കാനോട് എന്താ പറയാ? സോറി താങ്ക്സ് അല്ലേ പറഞ്ഞോ. അന്റെ ഹലോ ഡീ വെച്ചോ? കുരിപ്പ് വെച്ച് അതേ വിട്ടിക്കണ അജുക്കാന്റെ നമ്പർ. ഇനിയിപ്പോ എന്താ കാട്ടുക? വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലോ? വേണ്ട, ഇത്രയോ ദിവസം അല്ലെങ്കിലോ ലേറ്റായി. ഇനിയിപ്പോൾ വാട്സപ്പിൽ മെസ്സേജും കൂടി അടിച്ച് എന്താ വേണ്ട. എന്തായാലും വരില്ല, വിളിച്ച് പറയാം. നമ്പർ സേവ് ചെയ്യട്ടെ. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എന്താ പറയാ? ഇത്ര ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? പഠിച്ചോനെ, ഈ വിളിക്കണ്. എടുക്കല്ലേ? ഹലോ. അപ്പോ റിയ എന്ന നമ്മളുടെ ഈ സ്റ്റോറിയിലെ റിയയുടെ കഥക്ക് പുതിയൊരു കഥാപാത്രം കൂടി വരികയാണ്. പേര് അജ്മൽ. അജുക്ക എന്നാണ് നമ്മൾ ഈ ഒരു കഥയിലെ ഈ ഒരു കഥാപാത്രത്തിന് നമ്മൾ കൊടുക്കുന്ന പേര്. അടുത്തതായിട്ടുള്ള എപ്പിസോഡിലേക്ക് ആളുണ്ടാവും. അപ്പൊ ഇന്ന് ആളുടെ ഒരു ഇൻട്രോ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ല ഇനി വരുന്ന എപ്പിസോഡുകളിൽ ആളുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ കഥയിലെ പുതിയ കഥാപാത്രം അജ്മൽ. അപ്പൊ ഇനി ഈ ഒരു കഥയിൽ ഈ അജ്മൽ എന്നുള്ള ആളുകൂടി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നമ്മളെ റിയയുടെ കഥ പുതിയ ഒരു പേജിലേക്ക് പോവുകയാണ്. അപ്പൊ എന്തായാലും ഇതുവരെയുള്ള സപ്പോർട്ട് പോലെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കൂടെ ഞാനിതാ നമ്മളെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് കുറച്ച് സ്പെഷ്യൽ ഓഫർ ഐറ്റംസും കൂടി കാണിച്ചു തരട്ടാ. ഒക്കെ നിങ്ങൾക്കറിയാം, ആമസോണിന്റെ സ്പെഷ്യൽ ഓഫേഴ്സ് ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് കഴിഞ്ഞ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ ഒരു ഷാമ്പൂ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നന്നായിട്ട് മുടി നല്ല ഇതുപോലെ ഡ്രൈ ആയിട്ട് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഷാമ്പൂ ആണ് കേട്ടോ. ഫ്ലോറാക്റ്റീവിന്റെ ഈ ഷാമ്പൂ ആണ്. ഇതൊരു കണ്ടീഷണർ പോലെ ആണ് കേട്ടോ. ആക്റ്റീവ് ആമസോൺ കോക്കനട്ട് ഓയിൽ മിക്സ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് കുറച്ച് ടൈം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്മൂത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്മൂത്തി ആയിട്ടുള്ള ഹെയർ വേണം എന്നുള്ളവർക്ക് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ് നമ്മളെ കോക്കനട്ട് ആൻഡ് ആൽമണ്ടിന്റെ ഈ ഹെയറിന്റെ എന്താണ് ഹെയർ ക്രീം.
അപ്പോൾ പാരച്യൂട്ടിൻ്റെ ഹെയർ ക്രീമാണ്. ഇതിപ്പോൾ ആമസോണിൽ നല്ല സ്പെഷ്യൽ ഓഫറിൽ ഇട്ടിട്ടാ, ഡബിൾ ഓഫറിൽ. ഇത് കണ്ടില്ല, സ്പെഷ്യൽ ഓഫർ എന്ന് എഴുതിയിട്ട് ബൈ 1 get 1 ഫ്രീ ഓഫറിൽ ഇപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വേണ്ടവർക്ക് ഇത് സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 പ്രൊഡക്റ്റ് കാണിച്ചു തന്നു. പിന്നെ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വേറൊരു പ്രൊഡക്റ്റാണ് നമ്മളെ നിവ്യയുടെ ക്രീം. ഇനിയിപ്പോൾ തണുപ്പ് സമയമൊക്കെ അല്ല, അപ്പോൾ ചുണ്ടും നമ്മളെ മുഖമൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. എനിക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കാറ്റടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. പക്ഷേ എങ്കിൽ ഈ നിവ്യയുടെ ക്രീം നല്ല ബ്രാൻഡ് ക്രീമും ആണ്, നല്ല യൂസ്ഫുള്ളും ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്കും കൊടുക്കുക. അപ്പോൾ പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്, നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് യൂസ് ആവുന്ന ഒരു ക്രീമാണ് എൻഎച്ച്ആറിൻ്റെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പീരിയഡ്സ് ടൈം കാര്യങ്ങളൊക്കെ അടുക്കുമ്പോൾ കൂടുതൽ പേർക്ക് ഈ പിമ്പിൾസ് വരുന്ന പ്രശ്നം ഉണ്ടാവും. എനിക്കുണ്ട് അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇതിനൊക്കെ നമുക്കിതൊരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. മുഖം നല്ല പിന്നെ എന്താ പറയുക, നല്ല സ്മൂത്തായിട്ട് ഇരിക്കും ചെയ്യും. മാത്രമല്ല നമുക്ക് ഈ പീരിയഡ്സ് ടൈമിലൊക്കെ ഈ പിമ്പിൾസ് വരുന്നതിൽ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു 4-5 ദിവസം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നല്ല മാറ്റം കാണാണ്ട്. കാരണം നമുക്കത് താനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഫീൽ ഉണ്ട് കേട്ടോ, അതിൽ പാടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ എനിക്കത് ഈ ഒരു ക്രീം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയവരാണെച്ചെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ എല്ലാവർക്കും ഒരുപോലെ എല്ലാത്തിൻ്റെയും എഫക്റ്റ് എല്ലാവർക്കും ഒരുപോലെ ആണോന്നൊന്നും നമുക്ക് അറിയുന്ന കാര്യമില്ല. പക്ഷെ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ അതാ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് കൊടുക്കുന്ന ജോൺസന്റെ സോഫ്റ്റ് ക്രീമാണ് കേട്ടോ. ഇവിടെ ആറ്റക്കും ബബിൾക്കും ലീനുകൾക്കൊക്കെ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ക്രീമാണ് ജോൺസന്റെ ഈ ഒരു സോഫ്റ്റ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുട്ടികളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവും. കാരണം ഇതിനും ഒപ്പം ആമസോണിൽ നല്ല ഓഫർ റേറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 5 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ റേറ്റിൽ നമ്മൾ ആമസോണിൽ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് കാണാം. അസ്സലാമു